പണ്ടൊക്കെ മനുഷ്യർക്ക് ഉന്മാദമുണ്ടാകുന്നതിന് ചിലർ ഈ നമ്മുടെ മനസ്സിനെ മയക്കുന്ന ചില വസ്തുക്കൾ കഴിക്കുക, മധുചഷകം കുടിക്കുക, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഉന്മാദാവസ്ഥ ഉണ്ടാവുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഇഹലോകവും പരലോകവും കൂടാതെ ഒരു സാമൂഹിക മാധ്യമ ലോകം എന്ന് പറയുന്ന ഒരു ലോകം കൂടി, ഒരു സെക്ടർ, ഒരു വിൻഡോ, ഒരു ഫ്രെയിം അതുണ്ടായതിൻ്റെ പേരിൽ ഇന്ന് വളരെ വേഗമാണ് ഉന്മാദമുണ്ടാക്കാൻ. സത്യത്തിൽ മനുഷ്യരെ ആകെ ഒരു ഉന്മാദാവസ്ഥയിലെത്തിച്ച് ഇങ്ങനെ ആസ്വദിക്കുകയാണ് ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം കൂടി. ഒരു ദിവസം എത്ര മനുഷ്യരാണെന്നറിയാവോ ഇതിൽ വിളിക്കുന്നത്? ആരായി ഇതാണ് ചോദ്യം. എന്നിട്ട് ഓരോ മണിക്കൂറിലും ഓരോരുത്തരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ഉന്മാദമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സ്നേഹപൂർവ്വം പറയട്ടെ. എനിക്ക് എല്ലാ സോഴ്സുകളുമായി കുറച്ച് ബന്ധങ്ങളുണ്ട്. വി.ഡി. സതീശൻ സാറിൻ്റെ സോഴ്സുമായി ബന്ധമുണ്ട്, രമേശ് ചെന്നിത്തല സാറിൻ്റെ സോഴ്സുമായി ബന്ധമുണ്ട്, കെ.സി. വേണുഗോപാൽ സാറിൻ്റെ സോഴ്സുമായി ബന്ധമുണ്ട്, ലീഗിൻ്റെ സോഴ്സുമായി ബന്ധമുണ്ട്, മറ്റ് ഘടകകക്ഷികളുടെ സോഴ്സുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇവർക്ക് ആർക്കും ആരാണ് ഈ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല എന്നതാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് വരെയുള്ള അവസ്ഥ. ഇനി അതിനുശേഷം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് പ്രഖ്യാപനം വന്നേക്കാം. കാരണം അത്ര നാടകീയമായിട്ടാണ് അത് പുള്ളി സൂക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ന് ചർച്ചയിൽ ഖാർഗെജിയുമായി അക്കാര്യത്തിൽ ആലോചന നടത്തിയിട്ടുണ്ടാവും. ഇനി അത് ഒരു പേരിലെത്തിയ സ്ഥിതിക്ക് ആരാണ് എന്താണെന്നുള്ളത് മുസ്ലിം ലീഗിനെ അടക്കമുള്ള ഘടകകക്ഷികളെ ടെലഫോണിൽ അറിയിക്കുമായിരിക്കും. ഈ പറയുന്ന അറിയിപ്പിലൂടെയാകും അവരുടെ കൺസെൻറ്റ് വാങ്ങുക, പിന്നീട് പ്രഖ്യാപനമാകും. ഞാനിത് പറഞ്ഞത് വേറൊന്നുമല്ല, എന്നെ കേൾക്കുന്നവരോട് നിങ്ങൾ ഉന്മാദാവസ്ഥ വിടണം. ഇതിലൊരു ഉന്മാദത്തിൻ്റെ അവസ്ഥയെ സൃഷ്ടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പരമാവധി കാണുന്നതിൽ നിന്ന് ഒഴിവായി നിന്നാൽ അതിന് കുറച്ചൊരു ഇറക്കം വരും. ഇതെന്തൊരു ആളുകളാണെന്നറിയോ, ഏതെല്ലാം തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന. നിങ്ങൾ ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഏതെങ്കിലും ഓരോ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇത് മാനുഫാക്ചേർഡാണ്. ഇത് പമ്പ് ചെയ്യുകയാണ് ഗ്രൂപ്പുകളിലേക്ക്, ഇത് പമ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വിസ്മയം മപ്രകളാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈറ്റിൽ എഴുതേണ്ടത് മുഖ്യമന്ത്രി ഏഷ്യാനെറ്റോ മീഡിയ വണ്ണോ, ആഭ്യന്തരം മനോരമ ന്യൂസിന് എന്നൊക്കെ പറഞ്ഞാണ് എഴുതേണ്ടത്. കാരണം ഇവർ ഓരോരുത്തരുമാണ് ആളുകളെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഈ പാർട്ടിയുടെ തീരുമാനം ഇതുവരെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഞാനതിന് നിങ്ങളുടെ കൺമുന്നിൽ നടന്ന ചില ഉദാഹരണങ്ങൾ പറയാം. ഈ നിർത്താതെ സംസാരിക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഒരു വിസ്മയം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് അയച്ചു തന്ന വാർത്ത, സാദിഖ് അലി ശിഹാബ് തങ്ങൾ സോണിയാഗാന്ധിയെ വിളിച്ചു, സ്ഥിതി ആകെ മാറി. ഈ സാദിഖ് അലി തങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ സോണിയാഗാന്ധിയെ വിളിക്കാൻ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ലയോ? അദ്ദേഹത്തിൻ്റെ ജോലി ഫോൺ വിളിയാണോ? സംഗതി അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലീഗിൻ്റെ നേതൃയോഗം കൂടി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ആ ഗുണ്ടടിച്ചത് മീഡിയ വണ്ണാണ്. വെറും പച്ചക്കള്ളം, പച്ച നുണ. ഇവരൊക്കെ വലിയ എന്താ പറയുന്നത്, ശൂറ അംഗങ്ങളാൽ നയിക്കപ്പെടുന്നതാണെങ്കിൽ എന്തൊരു നുണയാണ് പറഞ്ഞെന്നറിയൂ. എന്നിട്ടോ ആ സോണിയാഗാന്ധിയെ തിരക്കി ഓടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് സോണിയാഗാന്ധി അവിടെ ഇല്ല. അവർക്കെന്തോ ശ്വാസം മുട്ടലോ വിമ്മിഷ്ടവുമായി ഹോസ്പിറ്റലിലാണ്. ഉടനെ സോണിയാഗാന്ധി ആശുപത്രിയിൽ. ഉടനെ ആ വാർത്തയിൽ അതിനോടൊപ്പം ഒരു നറേറ്റീവും കൂടി. ഈ ഫോൺ ചെന്നതോടുകൂടി സമ്മർദ്ദത്തിലായാണ് സോണിയാഗാന്ധി ആശുപത്രിയിലായതെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് പിന്നെ അതിനെ തുടർന്ന് കുറേ വാർത്തകളാണ്, രാഹുൽ ഗാന്ധി അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ മുതൽ അതാണ് സ്ഥിതി. ലീഗിൻ്റെ നിലപാടെന്താ? ലീഗ് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി ലീഗ് ഹൈക്കമാൻഡ് പറയുന്നത് ആരാണോ ആ അഭിപ്രായം കേട്ട് ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കാനാണ് എല്ലാ ഘടകകക്ഷികളും കാത്തിരിക്കുന്നത്. ബാക്കി സൃഷ്ടിക്കുന്നത് മുഴുവൻ കളവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന സവിശേഷമായ ഒരു സംഗതിയിൽ ഉറച്ചു നിന്ന് ഒന്നും തീരുമാനമില്ല. ഉടനെ കുറച്ച് പേരൊരു കാർഡുണ്ടാക്കി വിടുന്നു. ഒരു വശത്ത് CPM, മറ്റേത് മറിച്ചത്. ഇത് ശരിക്കും ഒരുതരം വന്യമായ ഉന്മാദാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യരിലേക്ക് നിർമ്മിച്ച് വിക്ഷേപിക്കപ്പെടുന്നതാണെന്ന് ദയവായി ഈ കേൾക്കുന്നവർ മനസ്സിലാക്കണം. രണ്ടാമതൊരു വാർത്ത ഇന്ന് സന്ധ്യയ്ക്ക് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അവിടേക്ക് കെ.സി. വേണുഗോപാലിനെ വിളിപ്പിച്ചു. ഒരു കള്ളവാർത്ത. അപ്പോൾ കെ.സി. വേണുഗോപാലിനെ വിളിപ്പിച്ചിട്ട് പിന്നെ ഒരു മണിക്കൂറോളം കെ.സി. വേണുഗോപാലിനെ വിളിപ്പിച്ചത് എന്തിനാണ്? അനുനയത്തിനോ അംഗീകരിക്കാനോ?
അംഗീകരിക്കാനാണെങ്കിൽ ഇങ്ങനെ, അനുനയത്തിനാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് 2-3 ഡെപ്യൂട്ടി ഗുണേശന്മാരെ ചാനലിൽ വിളിച്ചിരുത്തി വിളിച്ചത് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ 2 പേർ ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവരെ അറിയിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അറിയിക്കും. അവരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക. അതിനപ്പുറത്ത് ഈ കാണിക്കുന്ന ഉന്മാദാവസ്ഥയൊന്നും ഒരുതരം ഭ്രാന്ത് പോലെ, വന്യമായ ലഹരി പോലെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വന്യമായ ഇവർ പറയുന്ന പച്ചക്കള്ളങ്ങൾ, നട്ടാൽ കുരുക്കാത്ത നുണകളിൽ നിന്ന് ദയവായി കാണുന്നവരും കേൾക്കുന്നവരും വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ ഒരു മാനസിക സുഖത്തിനും സന്തോഷത്തിനും അനിവാര്യമാണെന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ.